നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമാ ന്യൂസ്. ഈ 60 വീടുകൾക്കും അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുവാനായിട്ടാകുന്നു സഭ താല്പര്യപ്പെടുന്നത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കരുതൽ സ്പർശത്തിൽ ലാഹ മഞ്ഞത്തോട്ടിലെ 5 ആദിവാസി കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. സഭയുടെ അഭയം പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ സമർപ്പണം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത നിർവഹിച്ചു. മഞ്ഞത്തോട്ടിൽ വാസയോഗ്യമായ വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ചു നൽകുമെന്ന് സമർപ്പണം നിർവഹിച്ച് സംസാരിച്ച മെത്രാപ്പോലീത്ത പറഞ്ഞു. 60ഓളം കുടുംബങ്ങൾ ദുസ്സഹമായ സാഹചര്യത്തിൽ ഇവിടെ കഴിയുകയാണ്. ഏറുമാടങ്ങളിൽ കഴിയുന്നവരെ വരെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വാസയോഗ്യമായ വീടില്ലാത്ത എല്ലാവർക്കും സഭയായി ഭവനം നിർമ്മിച്ചു നൽകും. ആരോഗ്യം, കുട്ടികളുടെ പഠനം, തൊഴിൽ എന്നിവയ്ക്കും പ്രത്യേകം ശ്രദ്ധ നൽകും. കഴിഞ്ഞ 3 വർഷമായി സഭയുടെ വികസന വിഭാഗമായ കാർഡിന്റെ നേതൃത്വത്തിൽ ഇവിടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ ഭൂമിയിൽ കൃഷി ആരംഭിച്ച് ആദായം ലഭ്യമാകുന്നതിന് തെള്ളിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പദ്ധതി തയ്യാറാക്കി. ശ്രേഷ്ഠമായ അവരുടെ സംസ്കാരം നിലനിർത്തി ഐക്യബോധത്തോടെ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും മെത്രാപ്പോലീത്ത പറഞ്ഞു. അഭയം പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് ആഫ്രിക്കൻ മെത്രാപ്പോലീത്ത അധ്യക്ഷനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. ദൈവത്തിന്റെ ഹൃദയം വായിക്കാൻ അറിയുന്നവര് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ആദരിക്കും, ബഹുമാനിക്കും. അന്യന്റെ വേദന സ്വന്തം വേദനയായി കണ്ട് പ്രതികരിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഡ് പ്രസിഡന്റ് ഡോക്ടർ യാക്കി മാർ കൂർലോസ് ആഫ്രിക്കൻ മെത്രാപ്പോലീത്ത മുഖ്യപ്രഭാഷണം നടത്തി. ഇത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ജനമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് ദൈവത്തിന്റെ ഹിതത്തിന് അനുസരണമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. വേദനിക്കുന്നവരെയും തള്ളപ്പെട്ടവരെയും ചേർത്ത് നിർത്തിയ ക്രിസ്തു ശൈലി പിന്തുടരാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വികാരി ജനറൽ വെരി റവറൻ ജോർജ് മാത്യു, അമ്പാട്ട് ഇത്താപിരി ഫൗണ്ടേഷൻ പ്രതിനിധി അജിത് ഐസക്, കാർഡ് ഡയറക്ടർ റവറൻ മോൻസി വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജു പ്രമോദ്, ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ കെ മുകേഷ് കുമാർ, KVK സീനിയർ സയന്റിസ്റ്റ് CP റോബർട്ട്, കാർഡ് ട്രഷറർ വിക്ടർ ടി തോമസ്, കോർഡിനേറ്റർ റെബു തോമസ് മാത്യു എന്നിവർ സംസാരിച്ചു. KVKയുടെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകളുടെ വിതരണവും നടന്നു. കുട്ടികൾ ഒരുക്കിയ കലാപരിപാടികൾ ശ്രദ്ധേയമായി. മാർത്തോമാ സഭ ആസ്ഥാനത്തെ നവീകരിച്ച സഭാ കൗൺസിൽ ചേംബറിന്റെ ഉദ്ഘാടനം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത നിർവഹിച്ചു. സഫ്രഗൻ മെത്രാപ്പോലീത്തമാരായ ഡോക്ടർ യാക്കി മാർ കുർലോസ്, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ്, എപ്പിസ്കോപ്പമാർ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസൽ സക്കറിയ കോമാട്ട്, സഭാ കൗൺസിൽ അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആഗോള കത്തോലിക്ക സഭയുടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള എക്യൂമെനിക്കൽ സംഘം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തയെ സന്ദർശിച്ച് ചർച്ച നടത്തി. ആഗോള കത്തോലിക്ക സഭയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു 9 അംഗ സംഘത്തിന്റെ സന്ദർശനം. പുലാത്തിങ്ങിൽ എത്തിയ സംഘത്തെ മെത്രാപ്പോലീത്തയും സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, മെത്രാപ്പോലിത്തൻ സെക്രട്ടറി റവറൻ KE ഗീവർഗീസ് എന്നിവരും ചേർന്ന് സ്വീകരിച്ചു. സഭകളുടെ എക്യുമെനിക്കൽ ബന്ധം ഉൾപ്പെടെ വിഷയങ്ങളിൽ മെത്രാപ്പോലീത്തയുമായി അവർ ആശയവിനിമയം നടത്തി. റവറൻ ഫാദർ ഹൈസിംതെ ഡേസിഫ്ലെ, വത്തിക്കാൻ, റവറൻ സാമുവേലെ ബിഗ്നോട്ടി, ഇറ്റലി, റവറൻ ഗൈസപ്പെ കാസ്ട്രല്ലി, വത്തിക്കാൻ, റവറൻ മിക്കുൽ ദേശിയഡൻസ്, ഫ്രാൻസ്, റവറൻ റിയൻ മുർദൂൺ, ന്യൂയോർക്ക്, റവറൻ യാൻ യോവനിക്, UK, റവറൻ മറിയൂസ് പീക്ക്, ഫ്രാൻസ്, റവറൻ ജിജിമോൻ പുതുവീട്ടിൽ, UK, റവറൻ റഫേൽ വാഖൂസ് ഹിമേനസ്, സ്പെയിൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കർണാടക അങ്കോലയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ആശ്വാസമായി മാർത്തോമാ സഭയുടെ കരുതൽ. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ മിഷൻ ഫീൽഡുകളായ അങ്കോല മിഷന്റെയും കുംത മിഷന്റെയും നേതൃത്വത്തിലാണ് സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണവും താമസവും ഒരുക്കി ക്രിസ്തു സ്നേഹത്തിന്റെ സാന്നിധ്യമായി സഭ മാറിയത്. അങ്കോല മിഷൻ മിഷണറി റവറൻ AC കുര്യൻ, കുംത മിഷണറി റവറൻ ജോൺ വിൽസൺ, സുവിശേഷകർ തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി.
മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾ ഓഗസ്റ്റ് 22, 23 തീയതികളിൽ ഐരൂർ ചായൽ പള്ളിയിൽ നടക്കുന്ന സമ്മേളനത്തോടെ സമാപിക്കും. സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ തേക്കടി മാർത്തോമാ മെഡോസിൽ സംഘടിപ്പിച്ച തമിഴ്നാട് പോണ്ടിച്ചേരി റീജിയൻ മിഷണറി പട്ടക്കാരുടെയും സുവിശേഷകരുടെയും വാർഷിക സമ്മേളനം പുത്തൻ ആത്മീയ അനുഭവമായി. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ കീഴിലും ചെന്നൈ ബൈബിൾ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലും തമിഴ്നാട് പോണ്ടിച്ചേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്നതായ സുവിശേഷകരും മിഷണറി അച്ഛന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് 3 ദിവസങ്ങളിലായി നടന്ന കോൺഫറൻസ് സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. നിഷ്ക്രിയതയും നിസ്സംഗതയുമില്ലാതെ ദൈവിക നിയോഗത്തിൽ അർപ്പണത്തോടെ മുന്നേറാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. നീതിയും സമാധാനവും സന്തോഷവും ഒത്തിണങ്ങിയ ഇടമാണ് ദൈവരാജ്യം. പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ദൈവരാജ്യവാഹകരാകാൻ കഴിയണം. വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ സാധ്യതകളെ കണ്ടെത്തുന്ന മിഷണറിമാരായി മാറണമെന്നും മാർ ഫിലിക്സനോസ് ഉദ്ബോധിപ്പിച്ചു. ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ അധ്യക്ഷനായിരുന്നു. മിഷണറി പട്ടക്കാരും സുവിശേഷകരും ഒരുമിച്ച് പരിമിതികളുടെ മധ്യത്തിൽ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ലജ്ജിക്കാതെ ക്രിസ്ത്യാനുഭവം പങ്കുവെക്കണമെന്ന് ജനറൽ സെക്രട്ടറി ആഹ്വാനം ചെയ്തു. സംഘം ട്രാവലിംഗ് സെക്രട്ടറി റവറന്റ് ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, കറസ്പോണ്ടന്റ് സെക്രട്ടറി പ്രൊഫസർ ഇബ്രഹാം പി മാത്യു, റവറന്റ് രാജൻ കോശി, ജിബു തോമസ്, അനിൽ തോമസ്, സജായി പി സൈമൺ, സി ജോൺസൺ, തേക്കടി മെഡോസ് ഡയറക്ടർ റവറന്റ് വിജയ് മാമൻ മാത്യു എന്നിവർ സംസാരിച്ചു. 70-ൽ പരം മിഷണറി അച്ഛന്മാരും സുവിശേഷകരും പങ്കെടുത്തു. നിർലജ്ജം സുവിശേഷം പങ്കിടുക എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ ക്ലാസുകൾക്ക് റവറന്റ് ബ്ലൈസു വർഗീസ്, റവറന്റ് അലക്സ് മൈലച്ചൽ, റവറന്റ് സാബു തോമസ് എന്നിവർ നേതൃത്വം നൽകി. സുവിശേഷ വേലയിൽ 25 വർഷം പൂർത്തീകരിച്ച സുവിശേഷകരെ ആദരിച്ചു. ആണ്ടിമഠം മിഷൻ കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ചു. പൊള്ളാച്ചി, ഡിണ്ടിഗൽ, പോണ്ടിച്ചേരി മിഷൻ ഫീൽഡുകളിൽ നിന്നുള്ളവർ വിവിധ ദിവസങ്ങളിലെ ആരാധനകൾക്ക് നേതൃത്വം നൽകി. സമാപന ദിവസം സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. മാർത്തോമാ ബെസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ വാർഷിക പൊതുയോഗം മാർത്തോമാ സുവിശേഷ സേവികാ സംഘം പ്ലാറ്റിനം ജൂബിലി ഹാളിൽ സമാപിച്ചു. രക്ഷാധികാരി ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ലോകത്തിലെ എല്ലാ സൃഷ്ടികളെയും ഗൗരവമായി കാണണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹപ്രദമായി രൂപാന്തരപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെക്രട്ടറി ഫെബി എലിസബത്ത് മാത്യൂസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഡെയ്സി ഇബ്രഹാം വാർഷിക കണക്കും പുതിയ വർഷത്തെ ബജറ്റും അവതരിപ്പിച്ചു. ഫെലോഷിപ്പ് പ്രസിഡന്റ് ഡോക്ടർ അന്നമ്മ തോമസ്, റേച്ചൽ ജോർജ്, ഷെറൻ മേരി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ഓൺലൈൻ ഡയറക്ടറിയുടെ പ്രകാശനവും മാർ തീത്തോസ് നിർവഹിച്ചു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ബെസ്ക്യാമോമാർ ഡോക്ടർ ഷീന എം രാജ്, ഡോക്ടർ ജീന ജെയിംസ്, ഡോക്ടർ റീജ ആനി സഖറിയ, ഡോക്ടർ അന്ന ടാനി വർഗീസ്, അലീറ്റ ആനി സാജൻ എന്നിവരെ സമ്മേളനം ആദരിച്ചു. മാർത്തോമാ കവനന്റ് ക്വയർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. 2024-26 വർഷത്തെ ഭാരവാഹികളായി രക്ഷാധികാരി ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, പ്രസിഡന്റ് ഡോക്ടർ അന്നാമ തോമസ്, സെക്രട്ടറി ഫെബി എലിസബത്ത് മാത്യൂസ്, ട്രഷറർ സിബി ഡേവിഡ് എന്നിവരെ തിരഞ്ഞെടുത്തു. കമ്മ്യൂണിറ്റി ഫാമിംഗ് ഫലപ്രദമായി നടപ്പാക്കാൻ ഇടവകകൾ മുന്നിട്ടിറങ്ങണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത. മാർത്തോമാ സഭ നിരണം മാരാമൺ ഭദ്രാസന വികസന സംഘം പ്രവർത്തനോദ്ഘാടനം കിഴക്കൻ മുത്തൂർ സെയിന്റ് പോൾസ് മാർത്തോമാ പാരിഷ് ഹാളിൽ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മെത്രാപ്പോലീത്ത. സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും തരിശ് ഭൂമികളും ഉപയോഗശൂന്യമായി കിടക്കുന്ന പള്ളിവക വസ്തുക്കളും കമ്മ്യൂണിറ്റി ഫാമിംഗിലൂടെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ വിശപ്പ് രഹിത സമൂഹം എന്ന സ്വപ്നം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് മെത്രാപ്പോലീത്ത പറഞ്ഞു. സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് ഈശോ മാത്യു അധ്യക്ഷത വഹിച്ചു. വെരി റവറന്റ് ജോർജ് മാത്യു, ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ജനറൽ സെക്രട്ടറി റവറന്റ് മോൻസി വർഗീസ്, കേന്ദ്ര ട്രഷറർ അഡ്വക്കേറ്റ് ബിനു വി ഈപ്പൻ, റവറന്റ് റെൻജി വർഗീസ്, റവറന്റ് ഡോക്ടർ കെ എ ഇബ്രഹാം, ഭദ്രാസന ഭാരവാഹികളായ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, മാത്യു ജോർജ്, സജു മാത്യു, രാജേഷ് ടി, ദയാസൂസൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ വിനോദ് മാത്യു, ഡോക്ടർ റിൻസി കെ മാത്യു എന്നിവർ ക്ലാസുകൾ എടുത്തു. അടുക്കളത്തോട്ടത്തിന് ആവശ്യമായ വിത്തുകളുടെ വിതരണവും ഉണ്ടായിരുന്നു.
മാർത്തോമാ സഭ ഡൽഹി ഭദ്രാസനത്തിലെ പട്ടക്കാരുടെ വാർഷിക കോൺഫറൻസ് ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെ വിശാഖപട്ടണത്ത് നടത്തും. ഭദ്രാസന അധ്യക്ഷൻ സഖറിയാസ് മാർ എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. ബീയിങ് എ മിഷൻ ചർച്ച് ഇൻ എ കോംപ്ലക്സ് വേൾഡ് എന്നതാണ് ചിന്താവിഷയം. റെവറൻഡ് ഡോക്ടർ ജേക്കബ് പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. റെവറൻഡ് റോബിൻ റോയ്, റെവറൻഡ് ഡാനിയൽ തോമസ്, നവീൻ അലക്സ് എന്നിവർ ബൈബിൾ സ്റ്റഡിക്ക് നേതൃത്വം നൽകും. റെവറൻഡ് ബ്ലസൻ ഫിലിപ്പ് തോമസ് കൺവീനറായി പ്രവർത്തിക്കുന്നു. മാർത്തോമാ യുവജന സഖ്യം സൊസൈറ്റി ഫോർ ഡെവലപ്മെന്റ് ആക്ഷൻസിന്റെ ആഭിമുഖ്യത്തിൽ പരുമല സെയിന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ചുനക്കര സെയിന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി റെവറൻഡ് ബിനോയ് ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി റെവറൻഡ് MK ബിജു അധ്യക്ഷനായിരുന്നു. മിസ്ഡ കൺവീനർ സ്റ്റാൻലി വർഗീസ് സാം, വാർഡ് മെമ്പർ ഷക്കീല നാസർ, ജീവൻ സാനു, അനു ജി തോമസ്, സ്നേഹ സൂസൻ സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. കോർഡിനേറ്റർ ഗീവർഗീസ്, ജെറിൻ, ആഷിഷ്, തിമോത്തി എന്നിവർ നേതൃത്വം നൽകി. ജനറൽ മെഡിസിൻ, ശിശുരോഗം, നേത്ര ചികിത്സ തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായ ക്യാമ്പ് ഒട്ടേറെ ആളുകൾക്ക് ഉപകാരപ്രദമായി. മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘം തേവലക്കര സെന്റർ ശതാബ്ദി സമ്മേളനം തേവലക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടത്തി. സെന്റർ പ്രസിഡന്റ് റെവറൻഡ് KK കുരുവിളയുടെ അധ്യക്ഷതയിൽ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ക്രിസ്തു സാക്ഷികളായി സമൂഹത്തിന് മാതൃകയായി മാറണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. റെവറൻഡ് ജോർജ് വർഗീസ്, റെവറൻഡ് സാമുവേൽ സന്തോഷം, ഭദ്രാസന ആത്മായ വൈസ് പ്രസിഡന്റ് K ജോൺസൺ വൈദ്യൻ, തോമസ് മാത്യു, വിൽസൺ, ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് MCRDയിലെ ഭിന്നശേഷി കുട്ടികളുടെ ഇൻഡോർ ആക്ടിവിറ്റീസിനായി റിക്രിയേഷൻ സെന്റർ ആരംഭിച്ചു. ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. MCRDയുടെ വാർഷിക പൊതുയോഗം ചേർന്ന് 2023-24 വാർഷിക റിപ്പോർട്ട്, വാർഷിക വരവ് ചെലവ് കണക്ക്, 2024-25 ബജറ്റ് എന്നിവ പാസാക്കി. അയിരൂരിൽ MCRDക്കായി ലഭിക്കുന്ന കെട്ടിടം ഔട്ട്റീച്ച് സെന്ററായി ഉപയോഗിക്കുന്നതിനുള്ള രൂപരേഖ യോഗത്തിൽ അംഗീകരിച്ചു. പ്രബോധന വെക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ നിയമാവലി അംഗീകരിച്ചു. ബെരി റെവറൻഡ് KM മാമൻ, റെവറൻഡ് മത്തായി ജോസഫ്, ഡോക്ടർ KK ജോൺസൺ, അഡ്വക്കേറ്റ് ഇബ്രഹാം മാത്യു പനശുമൂട്ടൽ എന്നിവർ സംസാരിച്ചു. കഴക്കൂട്ടം ബഥേൽ മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ സഹകരണത്തിൽ അവയവദാന ക്യാമ്പയിൻ നടത്തി. ഇന്ത്യൻ അവയവദാന ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ക്യാമ്പയിൻ. റെവറൻഡ് ഡോക്ടർ രഞ്ജൻ നെല്ലുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ബേസിൽ സജു ക്ലാസിന് നേതൃത്വം നൽകി. ഡോക്ടർ അഖിൽ തോമസ് ജേക്കബ്, J വിനയകുമാർ J, സെനു തോമസ്, അമ്മിണി പണിക്കർ, നിഷ ചെറിയാൻ, വിജയ് സാം, ലിനു മേരി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. പങ്കെടുത്ത നിരവധി ആളുകൾ മരണാനന്തര അവയവദാനത്തിന് രജിസ്റ്റർ ചെയ്തു. കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി സ്മാരക കെട്ടിടത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ മാർത്തോമാ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. 8 ക്ലാസ് മുറികളോട് കൂടിയതാണ് ശതാബ്ദി പ്രൊജക്ടായി നിർമ്മിച്ച കെട്ടിടം. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യൂസ്, അഡ്വൈസറി കൌൺസിൽ ട്രഷറർ റെവറൻഡ് സൈമൺ കുര്യൻ, റെവറൻഡ് ഡെന്നി ഫിലിപ്പ്, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജി, ഹെഡ്മിസ്ട്രസ് മിനി തോമസ്, സഭാ കൌൺസിൽ അംഗം തോമസ് K പോൾ, കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ മത്തായി AM എന്നിവർ നേതൃത്വം നൽകി. 93 ലക്ഷം രൂപ ചിലവഴിച്ച് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 80 ലക്ഷം രൂപ NGO സംഘടനയായ യുവ അൺസ്റ്റോപ്പബിൾ നൽകി. സുനിൽ മാത്യു, രവിശങ്കർ M ഷാജി, NB, AM മത്തായി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 2025 മാരാമൺ കൺവെൻഷനിലേക്കുള്ള പുതിയ ഗാനങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31 വരെ ആയിരിക്കുമെന്ന് DSMC ഡയറക്ടർ റെവറൻഡ് ഉമ്മൻ K ജേക്കബ് അറിയിച്ചു. ഹൃദ്യമായ ആത്മീയാനുഭവവും സുവിശേഷ ദർശനവും സാമൂഹിക അവബോധവും സാഹിത്യ സംഗീത മൂല്യങ്ങളും വിശ്വാസികൾക്ക് ചേർന്ന് പാടുവാൻ കഴിയുന്നതുമായിരിക്കണം ഗാനങ്ങൾ. ഗാനങ്ങളുടെ ഈണവും വരികളും CD-യിലോ ഇമെയിലായോ അയച്ചു തരണമെന്നും ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമാ വിഷനിലൂടെ. ശാലോം.